നമസ്കാരം. ഇന്ന് നമ്മുടെ കൂടെ ഉള്ളത് ഡോക്ടർ ജോയ് ആണ്. ബെൻസി ഹോമിയോപ്പതി, തൃക്കാവ്, പൊന്നാനി. ഡോക്ടർ ഒരു സീനിയർ ഹോമിയോപ്പതി കൺസൾട്ടൻ്റ് ആണ്. 30-ലേറെ വർഷം സ്വദേശത്തും വിദേശത്തുമായി അനുഭവ സമ്പത്തുള്ള ഡോക്ടറാണ്. നമുക്ക് ചില ചോദ്യങ്ങൾ ഡോക്ടറോട് ചോദിക്കാം. നമസ്കാരം ഡോക്ടർ. നമസ്കാരം. ഡോക്ടർ എത്ര വർഷമായി ഈ ചികിത്സാ രംഗത്ത്? ഞാൻ ഹോമിയോപ്പതി ചികിത്സാ രംഗത്ത് 32 വർഷത്തോളമായി. ഈ 32 വർഷത്തിൽ ആദ്യത്തെ ഒരു 7-8 വർഷം സ്വകാര്യ ചികിത്സാ രംഗത്തും അതിനുശേഷം കേരള ഗവൺമെൻറ് സർവീസിൽ വിവിധ തസ്തികകളിൽ ജോലി ചെയ്തു. മെഡിക്കൽ ഓഫീസറായും ചീഫ് മെഡിക്കൽ ഓഫീസറായും പിന്നെ DMO ആയിട്ട് റിട്ടയർ ചെയ്യുന്നത് വരെ. പിന്നെ പ്രത്യേകിച്ച് ഹോമിയോപ്പതി ചികിത്സയിൽ ഈ സ്പെഷ്യാലിറ്റി ചികിത്സയിലാണ് ഞാൻ കൂടുതൽ ശ്രദ്ധിച്ചിരുന്നത്. ഏതാണ്ട് 30 വർഷത്തിലധികമായെന്ന് പറയാം. ബെൻസി ഹോമിയോപ്പതിയിൽ ഡോക്ടർ ഏതൊക്കെ അസുഖങ്ങൾക്കാണ് ചികിത്സ നൽകുന്നത്? ബെൻസി ഹോമിയോപ്പതിയിൽ ഞാനിപ്പോൾ ആഴ്ചയിൽ ഒരു ദിവസം, ബുധനാഴ്ചകളിലാണ് ഇപ്പോൾ വരുന്നത്, ആഴ്ചയിൽ ഒരു ദിവസം പ്രധാനമായും വന്ധ്യതയ്ക്ക് കാരണമാകുന്ന സ്ത്രീകളുടെ പ്രശ്നങ്ങൾ, ഗർഭാശയ സംബന്ധമായ രോഗങ്ങൾ, അതുപോലെ തന്നെ പുരുഷന്മാരിൽ വന്ധ്യതയോ ഉണ്ടാക്കുന്നതോ അല്ലെങ്കിൽ വന്ധ്യതയ്ക്ക് കാരണമാകാത്തതുമായ മറ്റ് റീപ്രൊഡക്റ്റീവ് ഇഷ്യൂസ്, അവരുടെ ലൈംഗിക പ്രശ്നങ്ങൾ, അങ്ങനെയുള്ള എല്ലാ കാര്യങ്ങളും, പ്രോസ്റ്റേറ്റ് എൻലാർജ്മെൻറ്റ്സ്, അതുപോലെ തന്നെ ക്രോണിക് ലിവർ ഡിസീസ്, അങ്ങനെയുള്ള അസുഖങ്ങളാണ് പ്രധാനമായിട്ടും ഞാൻ ബെൻസി ഹോമിയോപ്പതിയിൽ ചികിത്സിക്കുന്നത്. എന്നാലും അതിൽ ഏറ്റവും കൂടുതൽ ബെൻസി ഹോമിയോപ്പതിയിൽ ചികിത്സയ്ക്ക് ആളുകളെ അന്വേഷിക്കുന്നതും നമ്മൾ ചികിത്സ നൽകുന്നതും വന്ധ്യതാ രംഗത്തെ ചികിത്സയ്ക്ക് തന്നെയാണ്. വന്ധ്യതയ്ക്കുള്ള ചികിത്സയാണ് നമ്മൾ നൽകുന്നത്, വന്ധ്യതാ രംഗത്തെ ചികിത്സയാണ്. ഓക്കെ ഡോക്ടർ. ഡോക്ടർ ഇപ്പോൾ വന്ധ്യതാ ചികിത്സയെക്കുറിച്ച് പറഞ്ഞല്ലോ. വന്ധ്യതാ ചികിത്സയിൽ ഹോമിയോപ്പതി എത്ര ഫലപ്രദമാണ്? അതിൻ്റെ സ്കോപ്പ് ഒന്ന് വിശദീകരിക്കാമോ? വന്ധ്യതാ ചികിത്സയിൽ ഹോമിയോപ്പതി വളരെയേറെ ഫലപ്രദമാണ്. ഇപ്പോൾ ഞാൻ കഴിഞ്ഞ 30 വർഷമായിട്ട് ഈ രംഗത്തുണ്ട്. ഇപ്പോൾ ഗവൺമെൻറ് സർവീസിലായിരുന്ന സമയത്ത് മലപ്പുറം ജില്ലയിൽ ആദ്യമായിട്ട് ഈ ഒരു വന്ധ്യതാ ചികിത്സയുടെ ഒരു യൂണിറ്റ്, ജനനി എന്ന് പറയുന്നൊരു യൂണിറ്റ് തുടങ്ങിയത് എൻ്റെ നേതൃത്വത്തിലാണ്. ഈ 2014 അത് സ്റ്റാർട്ട് ചെയ്യുന്നത്. ഞാൻ പക്ഷേ 1997 മുതൽ ഈ ചികിത്സാ രംഗത്തുണ്ട്. ഹോമിയോപ്പതി ചികിത്സയുടെ ഒരു പ്രത്യേകത എന്ന് പറയുന്നത് മറ്റ് ചികിത്സാ രീതികൾ കൊണ്ട് ഫലപ്രദമാവാത്ത, അല്ലെങ്കിൽ അവർക്ക് പരിഹരിക്കാൻ കഴിയാത്തത് കൊണ്ട് അസിസ്റ്റഡ് റീപ്രൊഡക്റ്റീവ് ടെക്നിക്കിലേക്ക്, IVF പോലുള്ള ചികിത്സകളിലേക്ക് പോകുന്ന പല പ്രശ്നങ്ങളും നമുക്ക് ഹോമിയോപ്പതി കൊണ്ട് ചികിത്സിക്കാം. വളരെ ചിലവ് കുറഞ്ഞ് ഹോമിയോപ്പതി കൊണ്ട് നമുക്കത് ചികിത്സിച്ച് ഭേദമാക്കാം എന്നുള്ളതാണ് എൻ്റെ ഇത്രയും വർഷത്തെ അനുഭവം. ഒരു 1-2 ഉദാഹരണങ്ങൾ പറഞ്ഞാൽ, എൻഡോമെട്രിയോസിസ് മൂലം ഉണ്ടാകുന്ന ഫലോപ്പിയൻ ട്യൂബ് ബ്ലോക്ക്, അല്ലെങ്കിൽ കൃത്യമായ അണ്ടോൽപാദനം നടക്കാത്തത് മൂലം ഉണ്ടാകുന്ന വന്ധ്യത സ്ത്രീകളിൽ, അതുപോലെ തന്നെ ഗർഭപാത്രത്തിൽ ഉണ്ടാകുന്ന ചെറിയ മുഴകളോ ഗർഭപാത്രത്തിൻ്റെ ശേഷിക്കുറവ് കൊണ്ടുണ്ടാകുന്ന വന്ധ്യത, ഇതെല്ലാം നമുക്ക്, അല്ലെങ്കിൽ നല്ല അണ്ടമുണ്ടാവുന്നില്ല, പലരിലും യങ്ങർ ഏജിൽ തന്നെ, വളരെ ചെറിയ പ്രായത്തിൽ തന്നെ അവരുടെ AMH വാല്യൂ ഒക്കെ വളരെ കുറവായിരിക്കും, പല കാരണങ്ങളുണ്ട്, ഹോർമോണൽ ഇഷ്യൂസ്. അപ്പോൾ ഈ ഹോർമോൺ തകരാറുകളും ഉണ്ടാകുന്ന ഇത്തരം പ്രശ്നങ്ങൾ, കൃത്യമായ അണ്ടോൽപാദനം നടക്കത്തില്ല, ഉണ്ടാകുന്ന അണ്ടം തന്നെ വളരെ ക്വാളിറ്റി ഉണ്ടാവില്ല, അപ്പോൾ അതൊക്കെ AMH വാല്യൂ ഒക്കെ അവരുടെ വളരെ കുറവായിരിക്കും. ഇത്തരം പ്രശ്നങ്ങൾ ഹോമിയോപ്പതിയിൽ നല്ല ഔഷധങ്ങളുണ്ട്, നമുക്ക് കൃത്യമായി ചികിത്സിച്ച് ഭേദമാക്കാം, അവർക്കൊരു സന്താനലബ്ധി ഉണ്ടാവുകയും ചെയ്യും. പിന്നെ മറ്റൊരു കാരണം, പലപ്പോഴും IVF-ലേക്കൊക്കെ പോകേണ്ടി വരുന്നത്, അല്ലെങ്കിൽ ICSI പോലുള്ള ചികിത്സാ രീതികളിലേക്കൊക്കെ പോകേണ്ടി വരുന്നത്, പുരുഷന്മാരിലെ ബീജങ്ങളുടെ വളരെ സിവിയർ ആയിട്ടുള്ള കുറവ്, അല്ലെങ്കിൽ തീരെ ഇല്ലായിക, അതുപോലെ ചലനശേഷി വളരെ കുറവ്, ഇപ്പോൾ ഒളിഗോഅസ്തിനോസ്പെർമിയ എന്ന് പറയും. അപ്പോൾ സിവിയർ ഒളിഗോഅസ്തിനോസ്പെർമിയ, അതുപോലെ തന്നെ ടെരാറ്റോസ്പെർമിയ, ഇതിൻ്റെ മോർഫോളജിയിൽ വരുന്ന തകരാറുകൾ, നെക്രോസ്പെർമിയ, ഉണ്ടാകുന്ന സ്പേംസ് ഒക്കെ ഡെഡായി പോവുക, ഇങ്ങനെയുള്ള വിവിധ വിഷയങ്ങൾ വളരെ ഫലപ്രദമായിട്ട് ഹോമിയോപ്പതി ചികിത്സയിൽ നമുക്ക് പരിഹരിക്കും. അപ്പോൾ അതിലൂടെ നമുക്ക്, അല്ലെങ്കിൽ ഭാവിയിൽ അവർക്കൊരു IVF-ലേക്കോ അല്ലെങ്കിൽ ഒരു ICSI-ലേക്കോ IUI പോലുള്ള ടെക്നിക്കുകളിലേക്കോ പോവാതെ പലപ്പോഴും നമുക്ക് പരിഹരിക്കാൻ കഴിയും. അപ്പോൾ ഈ 2 പുരുഷന്മാരിലും സ്ത്രീകളിലുമുള്ള വന്ധ്യതാ പ്രശ്നങ്ങളിൽ ഒട്ടുമിക്ക, പിന്നെ PCOD എടുത്തു പറയേണ്ട ഒരു വിഷയമാണ്, വളരെ കോമൺ ആണ് PCOD, അതൊക്കെ ഹോമിയോപ്പതിയിൽ വളരെ ഫലപ്രദമായിട്ട് ചികിത്സിക്കാവുന്നതാണ്. ഓക്കെ ഡോക്ടർ, താങ്ക് യു. താങ്ക് യു.